അവിട്ടം ദിനത്തിലും പ്രതിഷേധം തീർത്ത് PSC ഉദ്യോഗാർത്ഥികൾ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽപ്പ് സമരവുമായി ഡ്രൈവേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് ആണ് പ്രതിഷേധിച്ചത്. LP സ്കൂൾ ടീച്ചേഴ്സ് ഉദ്യോഗാർത്ഥികളുടെ സമരം 53-ാം ദിവസത്തിലാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തിന്റെ റിപ്പോർട്ടിലേക്ക്. PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അവർ സമരത്തിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സമരത്തിലാണ്. ഇന്ന് ഓണം നാളായിട്ട് പോലും അവിട്ടം ആണ്. ആ അവിട്ടം ദിനത്തിലും സമരവുമായി തന്നെ ഈ മുന്നിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ സമരവുമായി തന്നെ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിൽക്കുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. പരീക്ഷ എഴുതിയവരാണ്. ആൾ കേരളം ഡ്രൈവർ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു പ്രതിഷേധവുമായി നിൽക്കുന്നത്. PSC പരീക്ഷ എഴുതി എന്നൊരു തെറ്റ് മാത്രമാണ് ഞങ്ങൾ ചെയ്തതെന്ന്. അതെ, PSC പരീക്ഷ എഴുതി എന്നുള്ള തെറ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ ഓണം ഞങ്ങൾ ഇവിടെ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഒരു P&RD എന്ന് പറഞ്ഞിട്ട് ഒരു വിവാദ സർക്കുലർ 2024 ഇറക്കി. വാഹനമില്ലാതെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യേണ്ട. വാഹനമില്ലാത്തത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ക്രാപ്പേജ് പോളിസി കാരണമെന്നാണ് അവർ പറയുന്നത്. 15 വർഷമായിട്ട് ഒരു വകുപ്പിന് പുതിയൊരു വാഹനം എടുക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയുടെ തെറ്റാണോ? അല്ലല്ലോ. പക്ഷേ വാഹനമില്ല എന്ന് പറഞ്ഞാലും പലയിടങ്ങളിലും താൽക്കാലികക്കാരുണ്ട്. താൽക്കാലികക്കാരോട് അവരെടുത്ത് ഈ ഒരു ന്യായം ഞങ്ങൾ പറയുമ്പോൾ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് സാങ്ഷൻഡ് പോസ്റ്റൽ എന്ന ഉദ്യോഗസ്ഥർ തരുന്ന മറുപടി. അപ്പോൾ സാങ്ഷൻഡ് പോസ്റ്റിൽ ഇല്ലാത്തടത്ത് വാഹനമുണ്ട്, അവിടെ താൽക്കാലികക്കാർ. ഞങ്ങളുടെ സാങ്ഷൻഡ് പോസ്റ്റിൽ വാഹനമില്ല. ഇതാ മുടന്ത ന്യായം. ഞങ്ങളിപ്പോൾ ഡിഫറെൻറ്റ് ജില്ലകളിലെ ഡ്രൈവർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവരാണ്. ഞാനിപ്പോൾ പ്രതിനിധി ആയിട്ടുള്ളത് ഇടുക്കി റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. പക്ഷേ ഞാൻ ഈ സമരത്തിൽ ചേരാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ P&ARD എന്ന് പറയുന്ന ഒരു വിവാദ സർക്കുലർ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്നല്ല ഈ 3 വർഷം ഞങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് നിയമനം ലഭിക്കില്ല. ഇപ്പോൾ ആ സർക്കുലർ മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ MVD ഞങ്ങളുടെ സൈറ്റിൽ, അതായത് ഇടുക്കി PSCയുടെ സൈറ്റിൽ 3 റിപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ടും അത് അഡ്വൈസ് അയച്ചിട്ടില്ല. അതുമാത്രമല്ല 6ഓളം LSTD വേക്കൻസികൾ നിലവിൽ ഉണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പുതിയ തസ്തികകൾ ക്രിയേറ്റ് ചെയ്യലല്ല, നിലവിൽ സാധ്യതകളുണ്ട്, വേക്കൻസികളുണ്ട്. ഈ വേക്കൻസികൾ ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളുടെ പ്രശ്നം സോൾവ് ആണ്. ബാക്കിയുള്ള സമരക്കാരെ പോലെയല്ല, ഞങ്ങളുടെ കാര്യം വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് വേക്കൻസി ഉണ്ട്, വേക്കൻസി ഉള്ളത് ഞങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുതന്നെയാണ്. വേക്കൻസി നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ആ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഇവർക്ക് ജോലി നൽകുന്നില്ല എന്നതാണ് വലിയ പരാതിയായിട്ട് ഉയരുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സമരപ്പന്തലിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് LPST റാങ്ക് ഹോൾഡേഴ്സ് അവരും സമരത്തിലാണ്. ഓരോ മലയാളികളും ഓണം അവരവരുടെ വീട്ടിൽ ആഘോഷിക്കുമ്പോൾ തെരുവിൽ ഇരുന്നു കൊണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് സമരമിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഇനി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് നീതി വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 45 ദിവസം ഉണ്ടല്ലോ, അതിനകം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇവിടെ സദ്യ വിളമ്പിയും അത്തപ്പൂക്കളമൊക്കെ കേട്ട് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പ്രതിഷേധിക്കുമ്പോഴും സർക്കാരിൻ്റെ ഒരു സമീപനം എങ്ങനെയാണ്? അവർ തീർച്ചയായിട്ടും കണ്ണു തുറക്കുമായിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. അതുതന്നെയാണ്, സർക്കാർ കണ്ണു തുറക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇവർ ഈ സമരമിരിക്കുന്നത്. ഇവരുടെ ആവശ്യങ്ങൾ അത് ന്യായമാണ്. ആ ന്യായമായ ആവശ്യത്തിന് മുന്നിൽ കണ്ണടയ്ക്കാൻ പാടില്ല. എത്രയും വേഗം അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമെല്ലാം ഉയർത്തുന്നതും ഇതേ കാര്യം തന്നെയാണ്.